Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. നമ്മള് ഓഡിറ്റിന്റെ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങൾ? കഴിഞ്ഞ ദിവസം എടുത്തോട്ടാ വരെ നിങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? എങ്ങനെയാ, മനസ്സിലായി പോയോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മാം, ആ ഇന്റേണലും എക്സ്റ്റേണലും ഒന്നുകൂടി പറയാമോ? പറഞ്ഞോളൂ. മെസ്സേജ് അയക്കാം. ക്ലിയർ ആവുന്നില്ല, ചിലപ്പോ എല്ലാവരും കൂടി ഓൺ ആക്കുന്നതായിരിക്കും. മെസ്സേജ് അയക്കും. ഓക്കെ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലേ? അത് ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും അല്ലെ, അവിടെ നമുക്കറിയാം പുറത്തുനിന്ന് കുറച്ച് അല്ലെ കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് കിട്ടി, അല്ലെങ്കിൽ പുറത്തൊരു ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷനിലേക്ക് എത്തുക എന്നുള്ള ഒരു രീതിക്ക് വേണ്ടിയിട്ടല്ലാതെ തന്നെ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അല്ലെ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നടത്തണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം പേഷ്യന്റിന്റെ എന്തെങ്കിലും സർവീസുമായി ബന്ധപ്പെട്ടായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ എന്തെങ്കിലും മാറ്റേഴ്സ് എന്തെങ്കിലും ആയിരിക്കും വെരിഫിക്കേഷൻ നടത്തണമെന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവയർനെസ്, അവിടെ ഉള്ള മാറ്റേഴ്സ് റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണോ, സ്റ്റാൻഡേർഡ് അതായത് നേരത്തെ കൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെയാണോ കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെയുള്ള അവലോകനമാണ് ഇന്റേണൽ ഓഡിറ്റ് വരുന്നത്. അതേസമയം എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ചിലപ്പോൾ ഹോസ്പിറ്റല് എന്നുള്ളത് ഒരു മറ്റൊരു ഹോസ്പിറ്റലിൻ്റെതായ ഒരു രീതിയിലേക്ക് എത്തണമെന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും. അതായത് മറ്റൊരു പേര് കേട്ട ഹോസ്പിറ്റലിലേക്ക് നമ്മളുടെ ഹോസ്പിറ്റൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെ, ആ ഒരു മാനേജ്മെന്റിന് അങ്ങനെ ഒരു എയിം ഉണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ടാവും അല്ലെ. അതനുസരിച്ചിട്ട് വേണം ഈ ഹോസ്പിറ്റലിലേക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അവരുമായിട്ട് ഒരു കോണ്ടാക്ട്, അതായത് ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തേണ്ടതുണ്ടാവും. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം ഏത് രീതിയിലാണ് ഇങ്ങനെയുള്ള ടാർഗറ്റിലേക്ക് എത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു താരതമ്യത്തിനും കൂടി വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ ഓഡിറ്റ് നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. അതേസമയം ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ തന്നെയുള്ള എന്തെങ്കിലും ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെയാണ്, ഭേദഗതിയാണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എടുത്ത് പറയുന്നുണ്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് അല്ലെ, അത് തന്നെയാണ് അതിന്റെ ഡിസ്റ്റിങ്ഷൻ അല്ലെ, വ്യത്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു കാര്യം മാറ്റർ എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടുള്ള കാര്യം നിന്ന് വ്യത്യസ്തമാകുന്നത് പുറത്തുനിന്നുള്ള ഇൻഫോർമേഷൻസ് അതെല്ലാം, അല്ലെങ്കിൽ അവിടുത്തെ എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്യാനായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ എന്താണോ ഫോളോ ചെയ്യുന്നത് അത് എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിലായിരിക്കും, ചിലപ്പോൾ കുറച്ച് മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് ഇച്ചിരി കൂടി നല്ലൊരു ബെസ്റ്റ് സർവീസ് എല്ലാവർക്കും പ്രദാനം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതെന്താന്നുള്ളത് ചകഞ്ഞറിഞ്ഞ് അതെല്ലാം ഈ ഹോസ്പിറ്റലിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അവിടുത്തെ ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും കിട്ടേണ്ടതുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് കോർപ്പറേഷൻ ഫ്രം ബിയോണ്ട് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇസ് ഡിസ്റ്റിങ്ഷ്ഡ് ഫ്രം ഇന്റേണൽ ഓഡിറ്റ്സ്. ഓക്കെ, മനസ്സിലായോ? കിട്ടിയോ? വേറെ എന്തെങ്കിലും? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഓർഗനൈസേഷണൽ ഓഡിറ്റ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതായത് അതിന്റെ അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള ഓഡിറ്റുകൾ നമ്മൾ ജസ്റ്റ് കണ്ടു.
ഇനി ഉള്ളത് എടുക്കാനുള്ളത് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. വിവിധ രീതിയിൽ ഓഡിറ്റ് കാര്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. ഓഡിറ്റ് എന്താന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി അല്ലെ? എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചിട്ട് ഒരു അവലോകനം നടത്തിയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അല്ലെ പരിഷ്കരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് സർവീസ് മെച്ചപ്പെടുത്തുക അല്ലെ, അവിടുത്തെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഇടയിലാണെങ്കിലും അവിടെ അല്ലെ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കെട്ടിപ്പിടിക്കാനായിട്ട് എന്തൊക്കെ വേണ്ടി വരും അല്ലെ, എന്തൊക്കെ ഭേദഗതികൾ വരുത്തണം, അതിലേക്ക് ഊന്നിയിട്ട് ആ ഒരു പ്രത്യേക മാറ്ററിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പൊ വ്യത്യസ്ത രീതിയിൽ ഈ ഓഡിറ്റ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. ആ മെത്തേഡാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അത് നിരീക്ഷിച്ച് അതിന്റെ ഇടയിൽ തന്നെ ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ നടത്തുമ്പോൾ സാധാരണ രീതിയിൽ എവിടെയാണ് ഭേദഗതികൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഓഡിറ്റ് നടത്തേണ്ടത്, അവിടുത്തെ പേഷ്യൻസിന്റെ ഒരു ഗുണനിലവാരം അളക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരുടെ ഓരോ ചലനം അല്ലെ, അവര് എത്രത്തോളം നന്നായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ അത് നമുക്ക് തന്നെ അല്ലെ അവര് ഓഡിറ്റ് നടത്തുന്നവര് തന്നെ മനസ്സിലാക്കിയെടുത്തൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും പേഷ്യൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലത്തൊക്കെ പോരായ്മകളുണ്ട്. ഇതൊക്കെ ഒരു നിരീക്ഷണത്തിന്റെ ബേസിൽ ഓഡിറ്റ് നടത്താനായിട്ട് സാധിക്കും, ഈ അവലോകനം നടത്താനായിട്ട് സാധിക്കുമെന്നുള്ളത്. മറ്റൊന്നെന്താണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അല്ലെ, അപ്പോ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഒരു അവലോകനമാണെന്നുള്ളത് മനസ്സിലാക്കി പോവുക. അപ്പൊ അതില് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമായിട്ടും തയ്യാറാക്കി കുറച്ച് മാറ്റേഴ്സ് ഒക്കെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഓഡിറ്റ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയിട്ട് അല്ലെ ഒരു ചെക്ക് ചെയ്യുക, അത് ശരിയാണോ, ആ രീതിയിൽ തന്നെ അവിടെ നടപ്പാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്ന് ആ ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ നമുക്കറിയാല്ലേ ചിലപ്പോ മിക്കപ്പോഴും ഒരു സേവനത്തിന്റെ ഇതില് എന്താണ് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തുക, 50%, 60% എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഇട്ട് തരാറുണ്ട് അല്ലെ. നിങ്ങൾക്കും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും അനുഭവവേദ്യമാകിയിട്ടുണ്ടാവും, ശരിയാണോ? എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഈ ഒരു സർവീസ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ചെക്ക് ലിസ്റ്റ് വഴി നമ്മളോട് ചോദിച്ചറിയാറുണ്ട്, ഉണ്ടോ? ചോദിച്ചറിയാറുണ്ടോ? നിങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ സംതൃപ്തമാണോ, എത്ര പെർസെന്റേജ് നിങ്ങളൊരു സംതൃപ്തമാണ്, 20% ആണോ, 12% ആണോ, അല്ലെ ഒരു 80% ഒക്കെ സംതൃപ്തമാണോ എന്നൊക്കെ നിങ്ങളോട് ചോദിച്ച് അല്ലെ ഏതെങ്കിലും ലിസ്റ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവവേദ്യമായിട്ടുണ്ടോ? ഏത് സർവീസ് ഇപ്പൊ ഒരു ഇലക്ട്രോണിക്സിന്റെ തന്നെ സംഭവം നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്കൊക്കെ അവര് എന്താണ് അതിന്റെ ആ ഒരു റിപ്പയർമെന്റും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അവരിടയ്ക്കൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇല്ലേ? എനിക്ക് മാത്രമാണോ? യെസ്, അഭിപ്രായം എഴുതി ബോക്സിൽ ഇടാനൊക്കെ ആയിട്ട് പറയും. അതേമാതിരി തന്നെ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് നമുക്ക് അല്ലെ ചില ഹോസ്പിറ്റലുകാർ ഇടയ്ക്ക് വന്ന ഒരു വിസിറ്റ് എന്നുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ നമ്മൾ മിക്കപ്പോഴും അനുഭവങ്ങൾ ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് മുഖേന നമ്മളിൽ നിന്ന് കൈപ്പറ്റാറില്ല. പക്ഷെ ഇതേമാതിരി ബോക്സിലൊക്കെ എഴുതിയിടാനൊക്കെ ആയിട്ട് അഭിപ്രായം പറയാറുണ്ട്. അപ്പോ എന്താണ് ചിലപ്പോ പ്രത്യേകിച്ചും പുതിയ ഒരു ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും എന്താണ് അത് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞറിയാനായിട്ട് ശ്രമിക്കും. കാരണം അവിടുത്തെ സർവീസ് എത്രത്തോളം ആണ് അല്ലെ, എവിടെയെങ്കിലൊക്കെ ഭേദഗതികൾ വരുത്താൻ വേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുക്കാനായിട്ടാണ് അത്തരം കാര്യങ്ങൾ അവര് നിർദ്ദേശിക്കുന്നത്. ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, അതായത് നമ്മളിപ്പോ എന്ത് കാര്യം ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ റെക്കോർഡ്സ് അല്ലെ അത് മസ്റ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഏത് കാര്യമാണെങ്കിലും അവിടുത്തെ ഓഫീസേഴ്സിന്റെ കാര്യമാണെങ്കിലും നഴ്സുമാരുടെ കാര്യങ്ങളാണെങ്കിലും ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളാണെങ്കിലും മസ്റ്റ് ആയിട്ടും റെക്കോർഡ് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് പോകണം അല്ലെ. അപ്പൊ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അല്ലെ, അവിടുത്തെയുള്ള ഡോക്യുമെന്റുകളിൽ നിന്നോ റെക്കോർഡുകളിൽ നിന്നൊക്കെ ഇതേമാതിരി ഓഡിറ്റ് ചെയ്യാനായിട്ട് അവലോകനം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എവിടെയൊക്കെയാണ് ഫോൾട്ടുകൾ സംഭവിച്ചിരിക്കുന്നത്, എവിടെയെങ്കിലൊക്കെ ഇംപ്രൂവ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നന്നായിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ റെക്കോർഡ്സ് നോക്കിയിട്ട് അല്ലെ ആ ഒരു മെത്തേഡിൽ കൂടെ തന്നെ ഓഡിറ്റ് നടപ്പാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് ക്വസ്റ്റ്യൻസ്. നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് അല്ലെ. നേരിട്ട് ഇപ്പൊ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഒരു അവലോകനമാകുമ്പോൾ ആ പേഷ്യൻസിന് ഡോക്ടറിന്റെ സേവനം സംതൃപ്തമാണോ അല്ലെങ്കിൽ ഇവിടുത്തെ നഴ്സിന്റെ സേവനം സംതൃപ്തമാണോ എന്നൊക്കെ
ക്വസ്റ്റ്യനെയർ വഴി അല്ലെ ചോദിച്ചറിഞ്ഞ് തന്നെ അവര് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ അപ്പൊ ചിലപ്പോഴൊക്കെ സംതൃപ്തമല്ലാത്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവര് നോട്ട് ചെയ്ത് പറയും അല്ലെ ഇന്ന കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എന്താണ് വേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഡിസ്പോസലും കാര്യങ്ങളൊന്നും ക്ലിയർ അല്ല, നീറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല, സമയം എടുക്കുന്നുണ്ട്, അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം അവർ പറയും. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഭേദഗതികൾ വരുത്തുക എന്നുള്ളത് ഓഡിറ്റ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കി എടുത്തിട്ട് അഡോപ്റ്റ് ചെയ്തിട്ട് നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ? ഇന്റർവ്യൂസും ഹോസ്പിറ്റലിൽ പൊതുവെ നമ്മൾ നടത്തി കാണാറില്ല എങ്കിലും അല്ലെ ഒരു പേഴ്സണെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഇന്റർവ്യൂ മോഡലിൽ തന്നെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയിലും ഓഡിറ്റ് അവലോകനം എന്ന പ്രവർത്തനം നടത്താവുന്നതാണ്. ദെൻ ക്ലിനിക്കൽ കേസ് റിവ്യൂ, അതായത് ക്ലിനിക്കൽ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രോഗികളുടെ പരിചരണത്തിനാണ് ഇമ്പോർട്ടൻസ് അല്ലെ. അത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അവര് തീർച്ചയായിട്ടും എന്താണ് ആ രോഗത്തിന്റെ ഭേദഗതിക്ക് വേണ്ടി അല്ലെ അതൊരു ശമനത്തിന് വേണ്ടിയിട്ട് എന്താണ് മാറ്റർ അല്ലെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അത് രോഗി പരിചരണം ഏതൊക്കെ പേഷ്യൻസിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാവുന്നോ ആ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് വെച്ച് അത് റിവ്യൂ ചെയ്ത് പുനരവലോകനമൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്താണ് പരിചരണത്തിലെ ഭേദഗതികൾ വരുത്തണോ, അല്ലെങ്കിൽ ഇന്ന ഡോക്ടേഴ്സിന്റെ സേവനം തൃപ്തികരമാണോ, നിങ്ങളിപ്പോ ടീച്ചേഴ്സിന്റെ ആണെങ്കിലും ഇടയ്ക്ക് വന്ന് ചോദിച്ചറിയും. അപ്പൊ അതേമാതിരി തന്നെ ആ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനങ്ങളെല്ലാം അല്ലെ ക്ലിനിക്കലായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു റിവ്യൂ എടുത്തിട്ട് എന്താണ് ഓഡിറ്റ് പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് മാത്രമേ നോക്കാനുള്ളൂ. അപ്പൊ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലെല്ലാം തന്നെ ഓഡിറ്റ് നടത്താവുന്നതാണ്. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കാം. ഏതൊക്കെങ്കിലും അല്ലെ ഐഡന്റിഫൈ ദ മെത്തേഡ് ഓഫ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഈ ഒരു മെത്തേഡ് രീതിയിലും നമുക്ക് ഓഡിറ്റ് നടത്താവുന്നതാണ്. റയർ ആയിട്ടെങ്കിലും ചിലപ്പോ അല്ലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലൊക്കെ കാണാറുണ്ട് ഐഡന്റിഫൈ ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ തരാറുണ്ട് അല്ലെ. ഇപ്പൊ ചെക്ക് ലിസ്റ്റ് വഴി ഓഡിറ്റ് നടത്താം, ക്വസ്റ്റ്യൻസ് വഴി ഓഡിറ്റ് നടത്താം, ഇന്റർവ്യൂസ് വഴി ഓഡിറ്റ് നടത്താം, ഡയറക്റ്റ് ഒബ്സർവേഷൻ വഴി ഓഡിറ്റ് നടത്താം, ദെൻ ക്ലിനിക്കൽ കേസ് റിവ്യൂ ചെയ്തിട്ട് ഓഡിറ്റ് ഒക്കെ നടത്താവുന്നതാണ്. അപ്പൊ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിലെല്ലാം ഓഡിറ്റുകൾ നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ഓഡിറ്റ് എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഓഡിറ്റുകളുണ്ട്. അതാണ് ടൈപ്സ് ഓഫ് ഓഡിറ്റില് നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത്. നമുക്ക് ഓഡിറ്റ് ഈ രീതിയിലെല്ലാം നടത്താം എന്നുള്ളതുണ്ട്. അതേമാതിരി തന്നെ ഓഡിറ്റ് വ്യത്യസ്ത രീതിയിലുമുണ്ട്. അതായത് കൺകറന്റ് ഓഡിറ്റ് ആൻഡ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. എന്താണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് ജസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ ഭൂതകാല അവലോകനം ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ കറക്ഷൻ ഒന്ന് വരുത്തിയേക്കാം. ടൈം കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ടേക്കിംഗ് സ്പീഡ് എന്നുള്ളത് മാറ്റിയിട്ട് ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ് എന്നാക്കിക്കോളും. ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്. ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്. ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആവും. എന്താണ് ആ ഒരു സെന്റൻസ് എന്ന് പറയുന്നത്? കെയർ ഈസ് പ്ലേസ് ആണ്. കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം it is taken place. PLACE, place. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് രീതി അല്ലെ രണ്ട് തരത്തിലാണ് ഓഡിറ്റ് ഉള്ളത്. അതായത് വ്യത്യസ്ത രീതിയിൽ ഓഡിറ്റ് നടത്താം എന്ന് പറഞ്ഞത് വ്യത്യസ്ത തരത്തിലുള്ളതുണ്ട്. അതായത് കൺകറന്റ് ഓഡിറ്റ്. കൺകറന്റ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക ഒരേ സമയം ഓഡിറ്റ് നടത്തുക. അതായത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്ലേസിൽ തന്നെ ഓഡിറ്റ് നടത്തിക്കൊണ്ടു പോകുന്നത്. അതായത് കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ പ്ലേസ്. ആ പ്ലേസിൽ ഇരുന്ന് തന്നെ അല്ലെ അവിടെ തന്നെ ഇരുന്ന് നമുക്ക് ആ പ്ലേസിൽ തന്നെ ഇരുന്ന് ഓഡിറ്റ് പരിപാടി നടത്താനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അല്ലെ ഒരു നല്ല സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? ഇപ്പൊ ഈ ഒരു പുതിയൊരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യാണ്.
അത് നമ്മൾ ആദ്യമേ ഒന്നും ഇംപ്ലിമെന്റ് ഹോസ്പിറ്റൽ അങ്ങനെയൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു മെഷീൻ ആയിരുന്നു. വേറൊരു സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവര് കൈകാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പുതിയൊരു മെഷീൻ കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഒരു അല്ലെ ആ പ്ലേസിൽ തന്നെ അത് എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന മെഷീൻസ് യൂസ് ചെയ്യാൻ സാധിക്കുമോ, അപ്പൊ അവിടെ ഇച്ചിരിയും കൂടി നല്ലൊരു അല്ലെ പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസ് അതിൽ നിന്ന് സാധിക്കുമോ എന്നുള്ളതൊക്കെ അത് ആ ഒരു ടൈമിൽ തന്നെ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതായത് സമയം തന്നെ അസസ് ചെയ്യുക, വിലയിരുത്തുക എന്നുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഭൂതകാല അവലോകനം. അതായത് കേസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. അതായത് നമ്മളിതെല്ലാം അല്ലെ ഒരു ചികിത്സയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ അതിന്റെയൊക്കെ എല്ലാ റെക്കോർഡുകളും എഴുതി തയ്യാറാക്കിയതിനു ശേഷം അവലോകനം ചെയ്യുകയാണ്. ആ രീതിയിലും ഓഡിറ്റ് നടത്താം. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാകുമ്പോൾ ആ ഓഡിറ്റിനെ പറയുന്ന പേരാണ് എന്താന്നാ പറയുന്നത്, ഒരു പ്രവർത്തനങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും, കൺകറന്റ് ഓഡിറ്റ്. നെക്സ്റ്റ് അത് കഴിഞ്ഞ് അല്ലെ ഒരു പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് അത് റെക്കോർഡ് ചെയ്തു, നമ്മള് എല്ലാ പ്രവർത്തനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ആ റെക്കോർഡ് നോക്കിയിട്ട് അല്ലെ അത് ഡോക്യുമെന്റേഷനും റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റെക്കോർഡ്സ് നോക്കിയിട്ട് അവലോകനം ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഓഡിറ്റിനെ പറയുന്ന പേരാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്നുള്ളത്. അതും ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ പ്ലേസ് അല്ലെ അറ്റ് ദ പ്ലേസിൽ തന്നെ ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ചോദ്യം ക്വസ്റ്റ്യൻസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അത് കൺകറന്റ് ഓഡിറ്റ് ആണ്. അതേസമയം എന്താണ്, ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്, റെക്കോർഡ്സിലൂടെ നോക്കിയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ഒരു അവലോകനം ചെയ്യുകയാണെങ്കിൽ അതിനെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയും. രണ്ട് പോയിന്റ് നോക്കിയല്ലേ, മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു മാറ്റർ ആണത്. അതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്ത് പോവുക. കിട്ടിയോ? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ളത് പർപ്പസ് ഓഫ് എ ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിലേക്ക് നോക്കാം. അതായത് നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങൾ കണ്ടേ, ഏതൊക്കെ രീതിയിൽ ഓഡിറ്റ് നടത്താം, വ്യത്യസ്ത രീതിയിലുള്ള ഓഡിറ്റുകൾ ഉണ്ടെന്ന് കണ്ടു. പിന്നെ ഈ ഒരേ സമയം ഓഡിറ്റ് നടത്താം, റെക്കോർഡ് ചെയ്തതിനു ശേഷമുള്ള ഓഡിറ്റിംഗ് കാര്യങ്ങളും ജസ്റ്റ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് അല്ലെ. അപ്പൊ എന്താണ് ഈ ഓഡിറ്റിന്റെ ഉദ്ദേശങ്ങൾ അല്ലെ, അതാണ് പ്രധാനമായിട്ടും ഇവിടെ നോക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് planning the future course of action. It is needful to obtain baseline information through assessment of achievements. അതായത് പ്രധാനമായിട്ടും നമുക്ക് എന്താണ് ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് പ്ലാനിങ് എപ്പോഴും വേണ്ടി വരും അല്ലെ. പ്ലാനിങ് ഏതൊരു കാര്യത്തിനാണെങ്കിലും മുൻകൂട്ടി ഒരു ആസൂത്രണം വേണം, അത് മസ്റ്റ് ആണ് അല്ലെ. അത് എപ്പോഴും എന്താണ് നേട്ടങ്ങൾ ഇപ്പോ നിലവിൽ ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്ന നേട്ടങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മളൊരു ഹോസ്പിറ്റലിന് അതിൻ്റെതായ പ്ലാനിങ് ആവശ്യമാണ്. ആ നേട്ടങ്ങളുടെ വിലയിരുത്തല് അല്ലെ, ഇപ്പോൾ ഉള്ള ആ ഒരു നേട്ടങ്ങളുടെ വിലയിരുത്തല് ഫ്യൂച്ചറിന്റെ നേട്ടങ്ങൾ കൂടി അല്ലെ, നമുക്ക് ഇനി എന്തൊക്കെ വേണ്ടി വരും, ഇപ്പോ ഉള്ള നിലവില് നമ്മൾ പ്ലാൻ ചെയ്ത മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇപ്പോൾ ഉള്ള നിലവിലുള്ള നേട്ടങ്ങൾ എന്താണെന്നുള്ളത് വിലയിരുത്തും. ഈ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെ, അതിന്റെ ബേസ് ലൈനില് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ അല്ലെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഓഡിറ്റ് എന്തിനാ നടത്തുന്നത്, നമ്മൾ ഓൾറെഡി ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ കൂടിയാണ് ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്ലാനിങ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ മൂവ്മെന്റ് അല്ലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഫലങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിന്റെ ആ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മൾ എന്താണ് വീണ്ടും ഒന്നുകൂടി പ്ലാൻ ചെയ്യണം അല്ലെ. ഒരു ബിസിനസ് ആകുമ്പോൾ അങ്ങനെയാണ് അല്ലെ, നമ്മൾ ഓൾറെഡി ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കിട്ടുന്ന നേട്ടത്തിന്റെ ബേസിൽ പിന്നെയും നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പരിഷ്കരിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ് ലൈൻ ഇൻഫോർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. അതായത് നേട്ടങ്ങളുടെ വിലയിരുത്തലിലൂടെ നമ്മൾ ആ ഒരു അടിസ്ഥാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മളൊരു പ്ലാൻ അല്ലെ, വീണ്ടും ആവശ്യങ്ങൾ വരികയാണ്, വീണ്ടും അതിന് വേണ്ടിയിട്ടും ഫ്യൂച്ചറിലേക്ക് നമ്മൾ പ്ലാനുകൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസ്.
നമ്മൾ എപ്പോഴും അല്ലെ സേവനങ്ങൾ മെച്ചപ്പെടുത്തണം, ഇങ്ങനെ മെച്ചപ്പെടുത്തണം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് എപ്പോഴും ഒരു കമ്പാരിസൺ വേണ്ടി വരും അല്ലെ. നമ്മളിപ്പോ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഹോസ്പിറ്റല് അല്ലെ അറിയപ്പെടണം. അങ്ങനെ ഒരു കമ്പാരിസൺ വരണമെങ്കിൽ എന്താണ് നമുക്കൊരു നല്ലൊരു സേവനം കാഴ്ചവെക്കേണ്ടതുണ്ട് അല്ലെ. ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിങ് ദ സർവീസ്. അപ്പൊ നല്ല സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പാരിസൺ എന്ന നിലയിൽ നോക്കുമ്പോൾ ഒരു നല്ല സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് പർപ്പസ് അല്ലെ, ഓഡിറ്റ് എന്നുള്ള ഒരു രീതി ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് regulatory in a nature that ensure full and effective utilization of a staff and facilities available. യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ പേരാണ് അല്ലെ. യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ഇതെങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ക്യാച്ച് ചെയ്ത് പോകുമെന്ന് ഓർത്തിട്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നേട്ടാ. യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നന്നായിട്ട് യൂസ് ചെയ്യും അല്ലെ. ഓക്കെ യൂസസ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ്, സൗകര്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റാഫുകളെല്ലാം അത് കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗപ്രദമാക്കുന്നുണ്ടോ അല്ലെ, അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഇറ്റ് ഈസ് റെഗുലേറ്ററി ഇൻ നേച്ചർ ദാറ്റ് എൻഷുർ, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. എൻഷുർ എന്ന് പറഞ്ഞാൽ ഉറപ്പുവരുത്തുക. എന്താണ് ഉറപ്പുവരുത്താനായിട്ട് ഇവര് ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലില് ഫെസിലിറ്റി അല്ലെ അനുവദിച്ചിട്ടുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ സ്റ്റാഫുകളെല്ലാം നല്ല കാര്യക്ഷമമായിട്ട് ഉപയോഗപ്രദമായിട്ട് തന്നെ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തുമെന്നുള്ളത്. ശരിയല്ലേ? ഓഡിറ്റ് അവലോകനം നടത്തുന്നത് ഇത് കാര്യക്ഷമമായിട്ട് തന്നെ റൺ ചെയ്തു പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കൂടിയാണ്. നെക്സ്റ്റ് എന്താണ്? ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് പുട്ട് ഇൻ ടു എ പ്രാക്ടീസ്. അതായത് ഇതുമാതിരി തന്നെ അല്ലെ നമ്മള് ഇപ്പൊ പേഴ്സൺസ് അതായത് സ്റ്റാഫുകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രധാനമായിട്ടും അവർക്ക് കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലേക്ക് വരുന്നുണ്ടോ? ഒരു പ്രോഗ്രാം നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കുറച്ച് അല്ലെ ഗ്രൂപ്പിലുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കറിയാം മാനേജ്മെന്റിനെ സംബന്ധിച്ച് റിസ്ക് ആണല്ലേ. ആ ടൈമിൽ ചിലപ്പോൾ ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മെഷീന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ വരെയാണ്. അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനൊരു പ്രത്യേക ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്താണ് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്? നല്ലൊരു സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നതും പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതും. അപ്പൊ അതിങ്ങനെ സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ട് അത് ഫലപ്രാപ്തമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും അത് വിലയിരുത്താൻ വേണ്ടിയിട്ടും ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ, വിലയിരുത്താൻ വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്താറുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി മാനുവലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ ആകുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് മോസ്റ്റായിട്ടും സ്പീഡില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അല്ലെ. അത് സ്പീഡിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാനുവലി തന്നെയാണ് ഏറ്റവും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഇത്രയും കൂടി ഫിനാൻസ് മുടക്കിയിട്ടാണ് മെഷീൻ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് അല്ലെ. പക്ഷെ അവിടെ സ്പീഡ് എന്നുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അവര് കൂടുതലും അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത്. തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പൊ അത് ഒന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തുന്നതാണ്. ആ ഒരു ഉദ്ദേശം കൂടി ഓഡിറ്റിനുണ്ട്. അപ്പൊ വ്യത്യസ്ത ഉദ്ദേശങ്ങൾ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നല്ല സർവീസ് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല ഇതിലെ നല്ല നേട്ടങ്ങൾ ഇനിയും കൂടുതൽ നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ടായിരിക്കാം. അതല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സ് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഓരോരുത്തരും അല്ലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തുന്നത്. മാനേജ്മെന്റ് ഓഡിറ്റ് എന്ന ഒരു ലേബലിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ് എന്താണ്? നാരേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്. അതായത് നിലവിലെ പെർഫോമൻസുകൾ എന്താണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്തും. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബീവിയസ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒബീവിയസ് എന്ന് പറയുമ്പോൾ വ്യക്തമായ മാനദണ്ഡങ്ങൾ അല്ലെ, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല മാനദണ്ഡങ്ങളൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തും. എന്താണ്? റെക്കമെൻഡ്സ് വാട്ട് റിക്വയർസ് ടു ബി ചേഞ്ച് അല്ലെ, അത് എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് മാറ്റമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അല്ലെ, എവിടെയാണ് മാറ്റം വരുത്തിയാലാണ് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം നല്ല സർവീസ് ആയിട്ട് പേഷ്യൻസിന് അനുഭവവേദ്യമാക്കുക. അപ്പൊ അത് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തുന്നതാണ്.
then help to mobilize resource for change. അതായത് മാറ്റത്തിന് നമ്മളെപ്പോഴും റിസോഴ്സ് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ കുറെ ഫണ്ട് ഇറക്കുന്നുണ്ട് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട് അല്ലെ, അവിടെ ഫണ്ട് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്, മെഷീനറി അല്ലെ, അതേമാതിരി തന്നെ എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള റിസോഴ്സുകൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, വിഭവശേഷി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അല്ലെ അത് ഏത് രീതിയിലാണ് അതിന്റെ മാറ്റത്തിനായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഈ ഒരു ഓഡിറ്റ് നടത്തുന്നു. Then help to mobilize resource for change, then appraise the past and modify the present process. അതായത് പരിചരണങ്ങൾ നമ്മൾ പ്രസന്റിലി നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ നിലവിലുള്ളതും അതേമാതിരി തന്നെ പാസ്റ്റ് അല്ലെ, നേരത്തെ കൂട്ടി ഒരു മുൻധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇത് ഇറക്കുന്നത് അല്ലെ. നമ്മളോരോ സംരംഭങ്ങളും അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനെ നമ്മൾ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് അല്ലെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ സ്റ്റാഫിനെ പുതിയതായിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെ ആ പ്രസന്റ് പ്രോസസ്സിൽ എന്തെങ്കിലും അപ്രൈസിൽ അല്ലെ എന്തെങ്കിലും ഒരു ഭേദഗതി വന്നിട്ടുണ്ടോ എന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തുന്നതാണ്. അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. നമ്മളിത് നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് മോഡിഫൈ ചെയ്ത് ഒരു പേഴ്സണെ കൂടി അഡോപ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഓഡിറ്റ് നടത്തുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശങ്ങൾ. ജസ്റ്റ് ഒന്ന് നോക്കാം. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. പല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഓഡിറ്റ് ഉണ്ട് എന്നുള്ളത്. സെക്കൻഡ് ലാസ്റ്റ് ഒന്നുകൂടി പറയാമോ? ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ എ ചേഞ്ച്. അതായത് നമ്മളെപ്പോഴും തീർച്ചയായിട്ടും ഒരു റിസോഴ്സസ് മാറ്റത്തിന് വേണ്ടിയിട്ട് വിഭവങ്ങൾ സമാഹരിക്കുന്നത് അല്ലെ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം വരുത്തണമെന്ന് ഓർത്തിട്ടാണ് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന ചിലപ്പോൾ പുതിയ ഡോക്ടേഴ്സിനെ പേരുകേട്ട ഡോക്ടേഴ്സിനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യും അല്ലെ. ചിലപ്പോൾ ചില മെഷീൻസ് ഒക്കെ പുതിയതായിട്ടൊക്കെ സ്ഥാപിക്കും. അപ്പൊ ആ ഒരു അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ ചേഞ്ച്, മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ചേഞ്ച് ഉണ്ടായെങ്കിൽ അതിന് വേണ്ടിയിട്ടും ഈ ഓഡിറ്റ് എന്തെങ്കിലും മാറ്റങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അതിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ. ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഹോസ്പിറ്റലിന്റെ ചില ഇതിന് വേണ്ടിയിട്ട് ചിലയിടത്താണ് ഒരു ഭേദഗതികൾ വരുത്തുക. ചിലപ്പോൾ പുതിയൊരു ഡോക്ടറിനെ ആയിരിക്കും, ചിലപ്പോൾ ഒരു പുതിയ മെഷീൻ ആയിരിക്കും, ചിലപ്പോൾ ഒരു സമയക്രമത്തിലായിരിക്കും വേരിയേഷൻ വരുത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുതിയൊരു റിസോഴ്സസ് അത് മൊബിലൈസ് ചെയ്യണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും ഓഡിറ്റ് എന്ന ഒരു അവലോകനം എന്ന ഒരു പ്രവർത്തനം നടത്താവുന്നതാണ് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. കിട്ടിയില്ലേ ആ ഒരു പോയിന്റ്? നിങ്ങൾ ഓക്കെ അല്ലേ? ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ എ ചേഞ്ച്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഒരു റെസ്പോണ്ട് കിട്ടിയില്ല. എന്തായാലും ഒന്നുകൂടി പറയാം.
ഒരു ചേഞ്ചസ് അല്ലെ, ഒരു ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരാനുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു മെഷീനെയോ ഒക്കെ അത് നമ്മൾ സമാഹരിച്ചു കൊണ്ട് അഡോപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് അവിടെ ഒരു ചേഞ്ച് വേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ എന്താണോ ചേഞ്ച്, എന്തിനെയാണോ നമ്മൾ അണിനിരത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇതിനെ സമാഹരിച്ചിട്ടാണോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ ചേഞ്ച്. ആ ചേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ മൊബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ സമാഹരിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ അണിനിരത്തി കൊണ്ടുവരിക. ചിലപ്പോൾ ഒരു ഡോക്ടറിനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെഷീനെ ആയിരിക്കാം അവിടെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു അവലോകനം നടത്തുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടും ഓഡിറ്റ് നടത്താവുന്നതാണ്. എന്തെങ്കിലും പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണോ അല്ലെ, അത് വേണോ വേണ്ടേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്താണ് ഈ ഒരു ഓഡിറ്റ് നടത്തും എന്നുള്ളത്. മൊബിലൈസ് എന്ന് പറയുമ്പോൾ അണിനിരത്തുക അല്ലെങ്കിൽ സമാഹരിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ എന്താണ്, കണ്ടിന്യൂ ചെയ്യാമോ? ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ, അത് ഇത്ര വലിയ ഇമ്പോർട്ടൻസ് അല്ല. അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ ഒരു പോയിന്റിനോട് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. ലാസ്റ്റ് പോയിന്റിൽ നമ്മളിപ്പോ ഒരു പുതിയ ഡോക്ടറെ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു പുതിയ മെഷീൻ നമ്മൾ സ്ഥാപിച്ചു. അപ്പൊ നമ്മൾ അല്ലെ പഴയതിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തത വന്നോ, മോഡിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ട് അതിനെന്തെങ്കിലും ഭേദഗതികൾ വന്നോ എന്നും ചെക്ക് ചെയ്യേണ്ടതുണ്ട്, അവലോകനം ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമുക്കത് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവന്നാൽ മാത്രമല്ലേ, നമ്മൾ ഫിനാൻസ് മുടക്കിയിട്ടാണ് നമ്മൾ പുതിയത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ. അത് നഷ്ടത്തിലേക്ക് പോകരുത് അല്ലെ, ഒരിക്കലും അത് നേട്ടത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അതും ഒന്ന് അവലോകനം ചെയ്യുക. അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. അതായത് പാസ്റ്റിനെ നമ്മൾ വിലയിരുത്തി തന്നെ അല്ലെ പുതിയതായിട്ട് എന്തെങ്കിലും മോഡിഫൈ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, അപ്പൊ നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ജസ്റ്റ് പോയിന്റ്സ്, അതിന്റെ പർപ്പസ്, ഉദ്ദേശങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഓഡിറ്റ് നടത്താമെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രീ റിക്വസ്റ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. അതായത് അവിടെയുള്ള ഹെഡിങ്സ് നോക്കാം. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. അതായത് എന്താണ് ഇതിങ്ങനെ കമ്മിറ്റി കൂടുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെയാണ്. ജസ്റ്റ് നോക്കാം. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്യണേ, കാരണം ഇതൊക്കെ കൂടി ഒരു കോമൺ ഒറ്റ സെന്റൻസ് ആയിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് അതൊന്ന് കോമൺ ഇട്ടേരെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ദെൻ ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി, അതെല്ലാം ഓരോരോ കോമകൾ ഇട്ട് കൊടുക്കണേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, കോമ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി, കോമ, ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് മെമ്പേഴ്സ്. അടുത്തൊരു സെന്റൻസും കൂടി നിങ്ങൾ വായിച്ചാൽ മാത്രമാണ് ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഉദ്ദേശം മനസ്സിലാവുള്ളൂ. ദ കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ. അതായത് നമ്മൾ മെഡിക്കൽ ഓഡിറ്റ് എന്താന്നൊക്കെ ജസ്റ്റ് പഠിച്ചിരുന്നു അല്ലെ. ഒരു നമ്മൾ ഭൂതകാല അവലോകനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട്, അതായത് സേവനങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങൾ വെരിഫൈ അല്ലെ വിലയിരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണ്. പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി തീർച്ചയായിട്ടും എന്താണ് ഒരു അല്ലെ വൺസ് എ മന്ത് ഓൺ ഫിക്സഡ് ഡേ, എല്ലാ മാസവും ഒരു ദിവസം കൂടേണ്ടതാണ്. അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എല്ലാ മാസവും ഒരു ദിവസം ഒരു ഫിക്സഡ് ഡേ, ഇപ്പൊ നമുക്ക് നോക്കുമ്പോ ലാസ്റ്റ് സാറ്റർഡേ അല്ലെ, എല്ലാ മാസവും ലാസ്റ്റ് സാറ്റർഡേ കൂടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു രീതി, ഒന്നല്ലെങ്കിൽ ലാസ്റ്റ് ഫ്രൈഡേയോ ലാസ്റ്റ് സാറ്റർഡേയോ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ഓഫ് ദ മന്തോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് ഡേ എല്ലാ മാസം സ്കൂൾ മീറ്റിങ്ങിനെല്ലാം പോലെ. ഓക്കെ, അങ്ങനെ അത് എല്ലാ സ്കൂളുകളിലും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞ മാതിരി ഹോസ്പിറ്റലും ഇങ്ങനെ എല്ലാം ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലില് എല്ലാ മാസവും ഒരു ദിവസം മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി കൂടിയിരിക്കണം. അങ്ങനെ അത് മസ്റ്റാണ്. അതിലെ മെമ്പേഴ്സിന്റെ ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് എന്താണ്, ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി അല്ലെ.
ഓഫീസർ ഇൻചാർജ് മെമ്പർ സെക്രട്ടറി. അതായത് ഇപ്പൊ നമ്മൾ ഓരോ ഇതുകളുണ്ട് അല്ലെ, ഓരോ ബ്ലോക്ക് ഒക്കെ ഉണ്ട്, ബ്ലഡ് ബാങ്കിന്റെ ബ്ലോക്ക് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്പനി ഇതിന്റെ ഒക്കെ ഒരു ബ്ലോക്ക്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ആയതായിട്ട് ഓരോരുത്തരുണ്ടാവും അല്ലെ. അതിലേക്ക് ഓരോ സെക്രട്ടറി, അത് ഇൻചാർജ് ഉള്ള മെമ്പർ സെക്രട്ടറി അതിൽ പങ്കെടുത്തിരിക്കണം. ദെൻ ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്, അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്, നെഫ്രോളജി, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഹോസ്പിറ്റലിന്റെ ആ ചികിത്സാ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിലെല്ലാം എന്താണ് ഹെഡ്, അവരൊക്കെ ഹെഡും ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കണം. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടായിരിക്കണം. ദെൻ എന്താണ് ഓഫീസർ ഇൻചാർജ് മെമ്പർ സെക്രട്ടറി, ഓഫീസർ ഇൻചാർജ് മെമ്പർ സെക്രട്ടറി, അത് ഓരോന്നിന്റെയും ഇൻചാർജ് വഹിക്കുന്നവര്. പിന്നെ വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് മെമ്പേഴ്സും അതില് പങ്കെടുത്തിരിക്കണം. നെക്സ്റ്റ് സെന്റൻസ് പറയുന്നത് എപ്പോഴാണ് കൂടേണ്ടത്? ദ കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ എ ഫിക്സഡ് ഡേ. എല്ലാ മാസവും ഒരു ദിവസമാണ് കൂടേണ്ടത് അല്ലെ. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ കമ്മിറ്റി ടു മീറ്റ് അല്ലെ, അങ്ങനെ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എപ്പോഴാണ് കൂടേണ്ടത് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഈ 2 പോയിന്റും നോട്ട് ചെയ്ത് വെച്ചേര്. ആരൊക്കെ മെമ്പേഴ്സ് ആവണം എന്നുള്ള ചിലപ്പോഴൊക്കെ റയറായിട്ട് ചോദിക്കാറുണ്ട്. ഈ ഒരു പോയിന്റും വൺസ് എ മന്ത് എന്നുള്ള കാര്യവും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നതാണ്. ആ 2 പോയിന്റും നോട്ട് ചെയ്ത്. ക്ലിയർ ആയോ? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി കൂടുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത്. അത് എല്ലാ മാസവും ഒരു ദിവസം കൂടിയിരിക്കണം. അതിൽ എത്രത്തോളം അല്ലെ അവരുടെ അംഗങ്ങളുടെ കാര്യം കൂടിയാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അഡ്മിഷൻ ഡേറ്റ. അതായത് ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് അല്ലെ നല്ലൊരു ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ ചിട്ടയായ ഒരു മെഡിക്കൽ ഓഡിറ്റ് റെക്കോർഡ് മസ്റ്റ് ആയിട്ടും ഓരോ ഹോസ്പിറ്റലിന് ഉണ്ടായിരിക്കും. അതിൽ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുക? ഇതിൽ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഉണ്ടോ അല്ലെ, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മെഷീൻസ് ഉണ്ട്, അതേമാതിരി തന്നെ ഡോക്ടേഴ്സിന്റെ കാര്യങ്ങൾ, അവിടെയുള്ള വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എത്രത്തോളം ഉണ്ട്, അവരുടെ എല്ലാ ഡീറ്റെയിൽസും, ഒപ്പം തന്നെ അവിടെയുള്ള എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങൾ, പിന്നെ ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ് അല്ലെ, അവരുടെ ഉപഭോഗം എത്രത്തോളമാണ്, നല്ല രീതിയിലാണ് ഈ നിലവിലുള്ള ക്ലിനിക്കൽ പേഷ്യൻസിന്റെ ഒക്കെ എണ്ണം അല്ലെ, എത്രത്തോളം നന്നായിട്ട് തന്നെയാണ് ഇത് മൂവ്മെന്റ് നടക്കുന്നത്, എത്രത്തോളം പേര് വന്നു പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. നമുക്കറിയാം അവരുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കണം അല്ലെ. ഒരു റെക്കോർഡിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ റെക്കോർഡ് കൈകാര്യം കൃത്യമായിട്ട് തന്നെ ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിരിക്കണം. അതൊരു അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു വലിയ ഒരു ചാപ്റ്റർ തന്നെയാണ് മെഡിക്കൽ റെക്കോർഡിന്റെ. മിക്കവാറും അത് ധാരാളം പഠിക്കാനും ഉണ്ട്. അപ്പൊ അത് ഒരു വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡാണ്. അതായത് നല്ലൊരു ആസൂത്രണം, നല്ല അല്ലെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഒരു എവിഡൻസ് കൂടിയാണ്, ഒരു ലീഗൽ പേപ്പർ ഒക്കെയാണ്. ഇപ്പൊ ഇൻ കേസ് ഹോസ്പിറ്റൽ വർക്കേഴ്സിന് സുരക്ഷ നൽകുന്നതോടൊപ്പം തന്നെ പേഷ്യൻസിനും എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെ കോടതിയെ സമീപിക്കാനായിട്ടും അവർക്ക് ഒരു എവിഡൻസ് ആണ്. ഒപ്പം തന്നെ ഹോസ്പിറ്റലുകാർക്കും ഒരു എവിഡൻസ് ആണ് ഈ റെക്കോർഡിക്കലായിട്ട് പോകുന്ന എല്ലാ മാറ്റേഴ്സും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, അതായത് സ്ഥിതിവിവര കണക്കുകളെല്ലാം അതിലുണ്ട്. ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അതായത് നിലവിലുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ആ ഒരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൽ കൃത്യമായിട്ട് പേഷ്യൻസ് എത്രത്തോളം പേര് വരുന്നു, ഏത് സമയത്ത് വരുന്നു, എല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അഡ്മിഷൻ ഡാറ്റ, ഓരോ വ്യക്തി വരുമ്പോഴും അഡ്മിഷൻ തുടങ്ങി അവിടെയുള്ള ഹോസ്പിറ്റലിൻ്റെതായ എല്ലാ കാര്യങ്ങളും എന്താണ് ആ ഒരു റെക്കോർഡിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ പ്രധാനമായിട്ടും മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു ജസ്റ്റ് ഒരു സൂചന അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡിന്റെ കാര്യം ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രധാനമായിട്ടും പഠിക്കാനുണ്ട് കേട്ടോ. റെക്കോർഡിന്റെ മെഡിക്കൽ റെക്കോർഡൊക്കെ ഒരു വലിയ ചാപ്റ്റർ തന്നെയാണ്, ഒക്കെ എടുക്കാനുണ്ട്. നെക്സ്റ്റ് ഒരു പോയിന്റിലേക്ക് വീണ്ടും നമ്മൾ ഓഡിറ്റിലേക്ക് തന്നെ വരികയാണ്. അതായത് സ്റ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. നമ്മൾ കണ്ട ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പകുതി വരെ നിർത്തിയിട്ടാണ് ഈ ഒരു 2 പോയിന്റ്സ് അവിടെ വന്നിരിക്കുന്നത്. വീണ്ടും സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വീണ്ടും വരികയാണ്. അതായത് വ്യത്യസ്ത സ്റ്റേജുകളിലൂടെയാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ്, അതിന്റെയൊക്കെ ഓരോ പോയിന്റ്സ് സ്റ്റേജ് 1, സ്റ്റേജ് 2 ഒക്കെ ഇവിടെ കൃത്യമായിട്ട് തന്നെ വിവരിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഒരു 6 സ്റ്റേജ് എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് 6 സ്റ്റേജുകളാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്.
then selecting criteria, then measuring performance, then making improvement, then sustain improvement, re-audit. അതായത് അതിന്റെ A to Z വരെ അല്ലെ ഓരോ കാര്യങ്ങളുണ്ട്. അതായത് ഓഡിറ്റ് അല്ലെ, ആദ്യം തന്നെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യണം. ദെൻ എന്താണ് മാനദണ്ഡം എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമുക്കറിയാം ഓഡിറ്റ് നടത്തണമെങ്കിൽ ഒരു കമ്പാരിസൺ ഒക്കെ വേണം അല്ലെ. എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ വരുത്തണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലാണ്. ഒരു 10 എണ്ണം എന്താ പറയാ ഒരു പ്രോഡക്റ്റ് ഒക്കെ ആണെങ്കിൽ ഉത്പാദക എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു 10 എണ്ണം ഉത്പാദിപ്പിക്കുന്നവർക്ക് 8 എണ്ണമേ ഉത്പാദിപ്പിച്ചുള്ളൂ എങ്കിൽ അവിടെ 2 എണ്ണത്തിന്റെ ഒരു കുറവുണ്ട് അല്ലെ. അവിടെയാണ് ഒരു വേരിയേഷൻ കണ്ടിട്ട് അത് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഒരു സെലക്ടിങ് ക്രൈറ്റീരിയ, അതിപ്പോ ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്കറിയാം അവിടുത്തെ സർവീസുമായി ബന്ധപ്പെട്ടും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും, മാനദണ്ഡം ഉണ്ടാവും. ആ ഒരു മാനദണ്ഡത്തിലേക്ക് എത്തുക എന്നതായിരിക്കും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൂവ്മെന്റ് കാര്യങ്ങളല്ലേ എല്ലാം തന്നെ പോളിസികൾ നയങ്ങളൊക്കെ രൂപകൽപ്പനയൊക്കെ ചെയ്യുന്നത്. ദെൻ മെഷറിംഗ് പെർഫോമൻസ്, ഇതേമാതിരി നമ്മള് സെലക്ടിങ് ക്രൈറ്റീരിയ വെച്ച് കഴിയുമ്പോൾ കറന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മെഷർ ചെയ്യും അല്ലെ. കൃത്യമായിട്ട് തന്നെയാണോ വെച്ചിരിക്കുന്ന ആ ഒരു മാനദണ്ഡത്തിന് അനുസൃതമായിട്ട് തന്നെ ഫ്ലോ ചെയ്യുന്നുണ്ടോ അല്ലെ, ഡ്യൂട്ടികളെല്ലാം നന്നായിട്ട് തന്നെ പോകുന്നുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യും. ദെൻ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിന് ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കണം. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് അല്ലെ, ഇത് നിലനിർത്തിക്കൊണ്ട് പോകണം. ഇംപ്രൂവ്മെന്റ് നമ്മൾ നടപ്പാക്കി കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ ആവാതെ അത് നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലെ. നമ്മൾ കൂടുതൽ പരിഷ്കരണങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അതെല്ലാം നടപ്പാക്കി അത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കണം. ദെൻ റീ ഓഡിറ്റ്, വീണ്ടും ഇങ്ങനെ ഓഡിറ്റ് നടത്തണോ വേണോ വേണ്ടിയെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് ആണ്. അപ്പൊ ജസ്റ്റ് അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഈ സ്റ്റേജസും കൂടി ജസ്റ്റ് ഒന്ന് രണ്ട് സ്റ്റേജസ് എങ്കിലും പറഞ്ഞു നോക്കാം. തീർച്ചയായിട്ടും സെലക്ടിങ് ക്രൈറ്റീരിയ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അത് ഓരോന്നോരോന്ന് ഇവിടെ വരുന്നുണ്ട്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, ദെൻ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. ഇത് വരെയുമാണ് അതിന്റെ സ്റ്റേജസ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാലോ എന്ന്. ഓക്കെ, നോക്കാം. സ്റ്റേജ് 1, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അപ്പൊ നമ്മൾ ഓഡിറ്റ് നടത്തണം എന്നുള്ളതാണ് ആദ്യത്തെ അല്ലെ. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓഡിറ്റ് വേണം. അപ്പൊ അങ്ങനെ ഓഡിറ്റ് വേണമെന്ന് തോന്നുമ്പോ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കണ്ടായിരുന്ന പർപ്പസുകൾ അല്ലെ, വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. എന്തെങ്കിലുമൊക്കെ ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണോ, അല്ലെങ്കിൽ പുതിയ ഹ്യൂമൻ റിസോഴ്സിന് അപ്പോയിന്റ്മെന്റ് ചെയ്യണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെ ഇച്ചിരി കൂടി മാറ്റങ്ങൾ വരുത്തണോ, അതല്ലെങ്കിൽ സമയക്രമത്തിൽ എന്തെങ്കിലും ഭേദഗതികൾ വരുത്തണം. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ എന്തായാലും ലക്ഷ്യം എന്താണ്, അവിടെ നല്ലൊരു സേവനം ഇംപ്ലിമെന്റ് ചെയ്ത് ഹോസ്പിറ്റല് നല്ല ഒരു രീതിയിലാക്കിയെടുക്കണം അല്ലെ. അപ്പൊ പക്ഷെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഏത് രീതിയിലും ആവാം, ഏത് തരത്തിലും നമുക്ക് വേണ്ടിയാണ് അല്ലെ. അങ്ങനെയുള്ള രീതികളാവും. അപ്പൊ ഇതില് പ്രിപ്പയറിംഗ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ്, സെലക്ടിങ് ടോപ്പിക്, ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തേണ്ടത്. ഞാൻ പറഞ്ഞ മാതിരി വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം എന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക, സെലക്ടിങ് എ ടോപ്പിക്. എന്തിനെ കുറിച്ചിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത്? അത് ക്ലീനിങ്ങിന്റെ ആ ഒരു കൈകാര്യം നല്ല ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഓഡിറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ സമയക്രമം അല്ലെ, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്നത്, എന്തെങ്കിലും എറർ വരുത്തുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഓഡിറ്റ് നടത്തുന്നത്? എന്തൊക്കെയായാലും എന്താണ്, നമ്മൾ നല്ല സർവീസ് കൊടുക്കണം അല്ലെ, രോഗികൾക്ക് നല്ല സേവനം കൊടുക്കണം. അപ്പൊ അതിൽ ഏത് ടോപ്പിക്കാണോ അതാണ് ഫസ്റ്റ്ലി ഈ ഒരു പ്രിപ്പയറിംഗ് ഓഡിറ്റിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ്, സെലക്ടിങ് എ ടോപ്പിക്. എന്ത് ടോപ്പിക്കാണ് ഓഡിറ്റ് നടത്തേണ്ടത്? ദെൻ എന്താണ്
ആ ഒരു സെലക്ടിങ് വരുമ്പോൾ നമ്മളിപ്പോ ഒരുപാട് മാറ്റേഴ്സ് കണ്ടു. അപ്പൊ കുറച്ച് മാറ്റേഴ്സ് ഒന്നിച്ചു വരികയാണ്. കുറെ അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഏതിനാണ് അല്ലെ മുൻഗണന കൊടുക്കേണ്ടത്. അടുത്ത ഒരു കാര്യം പറയുന്നത് പ്രയോറിറ്റീസ് ഓഡിറ്റ്. അതായത് ഈ പറഞ്ഞ ഒരു സെലക്ഷൻ ടോപ്പിക്കുകൾ വന്നിട്ട് അതിൽ നിന്ന് മുൻഗണന ഏതിനാണ്, കുറച്ച് ഓഡിറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണ് മാനേജ്മെന്റിന്. അപ്പൊ അവര് കുറച്ചിങ്ങനെ ഇത് തയ്യാറാക്കിയാണ് ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്താ നോക്കാം, പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ മുൻഗണന, ഏതിനാണ് മുൻഗണന വേണ്ടത്. ദെൻ എന്താണ് നെക്സ്റ്റ് വരുന്നത്, എന്താണ് ഡിഫൈനിങ് ദ പർപ്പസ്. ഓക്കെ, ആ ഒരു കാര്യം ആ ഒരു മുൻഗണനയോടുകൂടി എടുത്തു വരുമ്പോൾ അത് എന്ത് ഉദ്ദേശത്തിനോട് കൂടിയിട്ടാണ് അല്ലെ, എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു സമയം കൂടുതൽ സമയം അല്ലെ നമുക്ക് ലാഭമായിട്ട് എടുക്കണമെന്ന ഉദ്ദേശത്തോടോ അല്ലെങ്കിൽ കുറച്ച് ബർഡൻ കുറയ്ക്കാൻ, ഡ്യൂട്ടി കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ സ്റ്റാഫുകളൊക്കെ നോക്കാന്നുള്ളത് വിചാരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതി അല്ലെങ്കിൽ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അപ്പൊ എന്താണെന്നുള്ള ആ ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. നെക്സ്റ്റ് എന്താണ് പ്ലാനിങ് ഓഡിറ്റ്. ഇനി നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തതിന് ശേഷം പ്ലാൻ ചെയ്യുക ഓഡിറ്റിനെ കുറിച്ചിട്ട്. ഓക്കെ, നമ്മൾ ഇനി എങ്ങനെ ഓഡിറ്റ് നടത്തുക, ആദ്യം തന്നെ നമ്മൾ എന്താണ് ടോപ്പിക്കുകൾ എന്ന് കണ്ടെത്തി, മുൻഗണന എതിരാന്നുള്ളത് മനസ്സിലാക്കി, ദെൻ എന്താണ് ഉദ്ദേശം നമ്മൾ കണ്ടെത്തി, ദെൻ വീണ്ടും ആ ഓഡിറ്റ് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എന്താണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വഴി ഓഡിറ്റ് ചെയ്യണോ, ചെക്ക് ലിസ്റ്റ് മനസ്സിലാക്കി ചെയ്യണോ, അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്ന് റിപ്ലൈ ചോദിച്ചറിഞ്ഞ് ഇന്റർവ്യൂ ബേസിൽ ചോദിച്ചറിഞ്ഞ് ചെയ്യണോ, അങ്ങനെ ഏത് രീതിയിലാണ് ഓഡിറ്റ് നടത്തേണ്ടതെന്ന്. ദെൻ എന്താണ് യൂസേഴ്സ് ഇൻട്രൊഡക്ഷൻ. വീണ്ടും നമ്മൾ പറയാണ് യൂസേഴ്സ് ഇൻഫോർമേഷൻ. യൂസേഴ്സ് ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വ്യത്യസ്ത വിവരങ്ങൾ കണ്ടെത്തണം അല്ലെ. നമ്മൾക്ക് ആളുകളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തണം. നമ്മളിപ്പോ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ആളുകളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തിയിട്ട് അത് ഉപയോഗപ്രദമാക്കണം. എങ്കിൽ മാത്രമാണ് ഓഡിറ്റിലേക്ക് നമ്മൾ എത്തുള്ളൂ. ആദ്യം തന്നെ ഓഡിറ്റ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിലേക്ക് വന്നു, അതിൽ മുൻഗണന എന്താണെന്ന് കണ്ടെത്തി, പിന്നെ നമ്മൾ എന്താണ് ആ ഓഡിറ്റിന്റെ ഉദ്ദേശം എന്ന് കണ്ടെത്തി, അവസാനം എന്താണ് ആ ഒരു രീതി, ഏത് രീതിയിൽ ഓഡിറ്റ് നടത്തണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് എത്തിപ്പെട്ടു. പിന്നെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങി, അതായത് വിവരങ്ങൾ ശേഖരിച്ചു. നെക്സ്റ്റ് എന്താണ് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. അപ്പൊ സെലക്ഷൻ ക്രൈറ്റീരിയയിൽ നമ്മൾ എന്താണ് ഈ ഒരു ഓഡിറ്റ് നടത്തണം എന്നുള്ളത് കണ്ടു അല്ലെ. അപ്പൊ നമ്മൾക്ക് മനസ്സിലായി ഒരു കാര്യം, ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു 10 രോഗികളെ പരിശോധിക്കുകയാണെന്ന് വെച്ചോ, അതിന് ഒരു 1-2 പേഴ്സൺസിനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ അല്ലെ ആ ഒരു ക്രൈറ്റീരിയ വരുമ്പോൾ എന്താണ്, ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് ചിലപ്പോൾ ഒരു പേഴ്സണെ കൊണ്ട് ഒരു ഫുൾ ടൈം നിന്നിട്ട്, നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള രോഗികളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു അല്ലെ. സെൽഫായിട്ട് വലിയ പ്രോബ്ലം ഇല്ലാത്ത രോഗികളൊക്കെ ആണെങ്കിൽ ഒരു നേഴ്സിനെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അല്ലെ. ഒരു ഡിഫൈനിങ് ക്രൈറ്റീരിയ അത് പറ്റുമോ എന്നുള്ളത് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാണ്. ഇനി സോഴ്സ് ഓഫ് എവിഡൻസ്, ഈ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഉള്ള ഒരു സോഴ്സ് നമ്മൾ കണ്ടെത്തുകയാണ്. ഈ ഒരു കാര്യം കൊണ്ട് ഇങ്ങനെയുള്ള സെൽഫ് പേഷ്യൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ പറ്റിയിട്ടുണ്ട്. മെഡിക്കൽ റെക്കോർഡ് എടുത്ത് പരിശോധിച്ചപ്പോൾ നമ്മൾ കണ്ടെത്തി ഇന്ന ഡേറ്റിൽ ഇന്ന പേഴ്സൺസിന് ഇത്രയും പേഷ്യൻസിനൊക്കെ ഇങ്ങനെ സെൽഫായിട്ടുള്ള പേഷ്യൻസിനൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു നേഴ്സ് തന്നെ നിന്നിട്ടുള്ളൂ. അപ്പം അത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുത്തേക്കാണ്, മാനദണ്ഡമായിട്ട് എടുത്തേക്കാണ്. സോഴ്സ് ഓഫ് എവിഡൻസ്. then appraising the evidence, അതായത് എന്താണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസ് എന്ന് പറയുന്നത് അത് എവാലുവേറ്റ് ചെയ്യാണ്. ഓക്കെ, അത് ശരിയാണെങ്കിൽ നമ്മൾ അത് പരിശോധിച്ചിട്ട് ഈ വ്യക്തി ചെയ്യുന്നതിനെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തുകയാണ്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ഡിഫൈനിങ് ക്രൈറ്റീരിയ. നെക്സ്റ്റ് എന്താണ് സോഴ്സ് ഓഫ് എവിഡൻസ്. ഇങ്ങനെ ഒരു ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന് ഒരു എവിഡൻസ് കിട്ടുകയാണ്, ഇങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചിലപ്പോ ഒരു മെഷീൻ ആയിരിക്കാം. അപ്പൊ ഈ മെഷീൻ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന സേവനങ്ങൾ ഇത്രയും ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവുകൾ കിട്ടുകയാണ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുകയാണ്. അപ്രൈസിംഗ് ദ എവിഡൻസ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുക എന്നുള്ള ഒരു ഘട്ടം വരെ സെലക്ഷൻ ക്രൈറ്റീരിയയിലേക്ക് വരികയാണ്. ഓക്കെ, ആദ്യം തന്നെ ഓഡിറ്റ് ചെയ്തതിനെ കുറിച്ചുള്ള കാര്യമാണ് ഫസ്റ്റ് ഇതിൽ വന്നത്. നെക്സ്റ്റ് എന്താണ് ഈ ഓഡിറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഏതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി പിന്നെ നമ്മൾ ഒരു ഡിഫൈനിങ് ക്രൈറ്റീരിയ, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാണ്. ആ സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടുള്ള ഒരു എവിഡൻസ് കണ്ടെത്തുന്നു, ദെൻ അത് വിലയിരുത്തുകയുമാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് തേർഡ്, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്.
അതായത് നമ്മളിപ്പോ കണ്ടെത്തിയതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കാര്യം അല്ലെ ഒരു മെഷീനൊക്കെ സ്ഥാപിച്ച് നമ്മൾ വിചാരിച്ചതനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് മെഷർ ചെയ്യുന്ന എപ്പോഴാണ് നമ്മൾ കറന്റ് ആയിട്ട് അത് കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെ ആക്ച്വൽ പെർഫോമൻസ് ആയിട്ട് വരുമ്പോഴാണ് ശരിയാണ് അല്ലെ വിചാരിച്ചിരിക്കുന്ന എവിഡൻസ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതിലേക്ക് എത്തിപ്പെടുകയാണ് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് എന്താണ് നമ്മൾ പറയുന്നത്? പ്ലാനിങ് ഡാറ്റ കളക്ഷൻ. ഫസ്റ്റ്ലി നോക്കാം, പ്ലാനിങ് ഡാറ്റ കളക്ഷൻ. മിനിറ്റ്. ഓക്കെ, പ്ലാനിങ് ഡാറ്റ കളക്ഷൻ നോക്കാം. എന്താണ് എന്ത് ഡാറ്റയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്? മെത്തേഡ് ഓഫ് കളക്ഷൻ, ഏത് രീതിയിലാണ് ഈ ഒരു കളക്ഷൻ കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത്? ഹാൻഡ്ലിംഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ അത് ഉപയോഗപ്രദമാക്കുന്നത് നമ്മൾ ഏത് രീതിയിലാണ് എന്നുള്ള രീതിയിൽ, അതായത് പെർഫോമൻസ് പ്രകടനമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഒരു കാര്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടോ എന്നായി തന്നെ ഡാറ്റകളെ കളക്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഇത്ര സമയത്തിനുള്ളിൽ ആ മെഷീന്റെ പ്രവർത്തനം കൊണ്ട് വിചാരിച്ച നേട്ടം നേടാൻ പറ്റിയിട്ടുണ്ടോ? മെത്തേഡ് ഓഫ് കളക്ഷൻ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം അല്ലെ. നമ്മളിപ്പോ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻ വഴിയോ അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് വഴിയോ അതല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ വഴിയോ നേരിട്ട് തന്നെ വിലയിരുത്തിക്കൊണ്ടൊക്കെ നമുക്ക് ഈ കളക്ഷൻ നേടിയെടുക്കാവുന്നതാണ്. ദെൻ ഹാൻഡ്ലിംഗ് ഡാറ്റ, അതിനുശേഷം നമ്മൾ ഈ ഡാറ്റകളൊക്കെ ഓക്കെ നമ്മൾ വിചാരിച്ച രീതിയിലാണോ എന്നുള്ളത് എത്തിപ്പെടുകയാണ്. അപ്പൊ ഇത്രയും സ്റ്റേജ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് വൺ എന്താണ്? നമ്മൾ ഓഡിറ്റ് വ്യത്യസ്ത തരത്തിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. വ്യത്യസ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഡിറ്റ് നടത്താം. അതിലെ സെലക്ഷൻ വന്നു, അതിലെ പ്രയോറിറ്റീസ് ഇമ്പോർട്ടൻസ് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കി. ദെൻ എന്താണ് അത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് മനസ്സിലാക്കി. ദെൻ അതിനനുസരിച്ചിട്ടുള്ള ഓഡിറ്റ് പ്ലാൻ ചെയ്യുകയും അത് അല്ലെ യൂസ് ഇൻഫോർമേഷൻസ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇൻഫോർമേഷൻസ് വരെ എത്തി നിൽക്കുകയാണ്. വീണ്ടും നമ്മൾക്ക് മനസ്സിലായി അതങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ വേണം, ഒരു മാനദണ്ഡം വേണം അല്ലെ. ആ മാനദണ്ഡത്തിന്റെ ബേസിലാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് കറന്റുമായിട്ട് താരതമ്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ മാനദണ്ഡത്തിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ആ മാനദണ്ഡം സോഴ്സ് ഓഫ് എവിഡൻസ് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു മാനദണ്ഡമായിരിക്കണം അല്ലെ. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പോലെ അല്ലെങ്കിൽ നല്ല റോങ് ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ചെക്ക് ചെയ്യാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ക്രൈറ്റീരിയയിൽ നിന്ന് മാത്രം, നല്ലൊരു സോഴ്സിൽ നിന്ന് മാത്രമാണ് ആ ക്രൈറ്റീരിയ നമ്മൾ എടുക്കുകയുള്ളൂ. ദെൻ എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസുകളെല്ലാം വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. തേർഡിൽ നമ്മൾ ഇതനുസരിച്ചിട്ടിട്ട് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളാണ് എങ്കിൽ ഇത് എന്ത് കാര്യമാണെങ്കിലും അത് പെർഫോം ചെയ്യാൻ തുടങ്ങിയാണ്. പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ രീതി അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യണം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ഡാറ്റ കളക്ട് ചെയ്യാം. ദെൻ അത് ഹാൻഡ്ലിങ് അല്ലെ ആ ഡാറ്റകളൊക്കെ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ദെൻ എന്താണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു ആക്ച്വൽ പെർഫോമൻസുകളുടെ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു പുതിയൊരു മെഷീൻ സ്ഥാപിക്കുക എന്നുള്ളതിലാണെന്ന് വെച്ചു. അപ്പൊ ആദ്യം തന്നെ ആ ഒരു രീതിയിലേക്ക് എത്തി ഒരു മാനുവലെ മാറ്റിയിട്ട് ഒരു മെഷീൻ സ്ഥാപിക്കുക എന്നുള്ള ആ ഒരു ഇതിലേക്ക് ആദ്യം തന്നെ നമ്മളൊരു ഫസ്റ്റ് ഇതിലേക്ക് വരികയാണ്. ഒരു മെഷീൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി കൂടി നല്ല ഒരു സർവീസ് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. നമ്മൾ എന്താണ് ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ കണ്ടു. ഇന്നിന്ന സമയങ്ങളിൽ ഇന്നിന്ന ഡിപ്പാർട്ട്മെന്റിൽ ഈ ഒരു കാര്യം വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അത് നടപ്പായി പോയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു എവിഡൻസ് ആണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടെത്തി. ദെൻ എന്താണ് അത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ ഒരു മെഷീൻ വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന്റെ റിസൾട്ടുകൾ നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി. വ്യത്യസ്ത രീതിയിലൊക്കെ നമുക്ക് ആ ഡാറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ ഇൻഫോർമേഷൻസ് പരിശോധിക്കാനായിട്ട്. വീണ്ടും നെക്സ്റ്റ് എന്താണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞ് കൈകാര്യം ചെയ്ത് വരുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അല്ലെ. ഐഡന്റിഫൈ ബാരിയേഴ്സ്, ഫിയർ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മോറൽ, പുവർ കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ചിലപ്പോഴെങ്കിലും അല്ലെ അതിലിപ്പോ വർക്കേഴ്സിലൊക്കെ ചിലപ്പോഴെങ്കിലും ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പേടിയായിരിക്കും അല്ലെ. അതല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്താണ് എല്ലാത്തിനും അല്ലെ ഒരു ധൈര്യം അതിനുള്ള ഒരു കഴിവ് കുറവൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപഴകി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയെടുക്കാനുള്ള കുറവൊക്കെ ആയിരിക്കും.
അപ്പൊ ഈ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് തടസ്സങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം. ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്, ഇങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് ഈ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം നമ്മളൊരു കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഈ ഒരു മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഇംപ്ലിമെന്റ് ചെയ്ത മെഷീന്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോഴാണ് അവിടെ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ ആ തടസ്സങ്ങളൊക്കെ എന്താണ് ഈ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ നമ്മൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റേജിൽ വരുമ്പോൾ നടപ്പാകുന്നത്. ദെൻ സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് എന്താണ്? ഇത്തരത്തില് നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്തിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം അങ്ങനെയുള്ള ഇതുകൾ ഒഴിവാക്കിയാൽ മാത്രമാണ് അല്ലെ നമുക്ക് നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് വൺ എന്താണ്? റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. അത് ശക്തിപ്പെടും അല്ലെ. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അനുസരിച്ചിട്ട് തന്നെ നമ്മൾ അത് കൈകാര്യം ചെയ്യണം. അപ്പൊ ആ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് അല്ലെ ആ ഒരു ബാരിയേഴ്സ് തടസ്സങ്ങളെല്ലാം നീക്കി അവരെ ഇംപ്രൂവ് ചെയ്യിക്കണം. അവരത് ചെയ്യിപ്പിക്കാനായിട്ട് ഇംപ്രൂവ് ചെയ്യിപ്പിക്കാം. ദെൻ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ, അതിനുശേഷം വീണ്ടും വിലയിരുത്തുക, ഒബ്സർവ് ചെയ്യുക അല്ലെ. മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റ്, ഓക്കെ അവരുടെ പേടിയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്, അവര് നന്നായിട്ട് തന്നെ അത് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. ദെൻ നെക്സ്റ്റ് നമ്മൾ റീഓഡിറ്റിലേക്ക് വരികയാണ്. റീഓഡിറ്റ് എന്ന് പറയുമ്പോൾ റിവ്യൂ എവിഡൻസ്, നമ്മൾ വീണ്ടും പുനരവലോകനം ചെയ്യുകയാണ്. മെഷർ എഫക്റ്റീവ്നെസ്, ഓക്കെ ഫലപ്രാപ്തിയായോ എന്ന് മനസ്സിലാക്കുന്നു. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീഓഡിറ്റ്, ഇനിയും വേണോ, ഇനിയും ഈ ഒരു ഓഡിറ്റ് ഒക്കെ നടത്തണോ, നമ്മൾ ഓക്കെ വിചാരിച്ച റിസൾട്ടിലേക്കൊക്കെ എത്തിപ്പെടുന്നുണ്ടോ. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, ഇപ്പോഴും അല്ലെ വീണ്ടും ആ ഒരു കാര്യങ്ങൾ നന്നായിട്ട് തന്നെയാണോ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, സോഴ്സ് വെച്ചിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഓക്കെ അത് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റേജ് വഴിയായിട്ടാണ് ഈ ഒരു ഓഡിറ്റ് പ്ലസ് പർപ്പസിന്റെ റിസൾട്ടിലേക്ക് എത്തുന്നത്. ഫസ്റ്റ്ലി നമ്മൾ എവിടെ ഇപ്പൊ ഒരു മെഷീന്റെ കാര്യം മാത്രമല്ല, ഒരു പേഴ്സൺസിനെ അന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ആ പേഴ്സൺസിന് ചില കാര്യങ്ങളൊക്കെ അല്ലെ, ചിലപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ആയിരിക്കും ആദ്യം ഒരു പേഴ്സണെ കൊണ്ടുവന്നൊക്കെ ചിലപ്പോ അവിടെ ഒരു ആവശ്യമുണ്ട് എന്ന് കണ്ടറിഞ്ഞാൽ ചിലപ്പോൾ ഒരു പേഴ്സണെ അപ്പോയിന്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് നന്നായിട്ട് തന്നെ ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പേടി, ഒരു ഉൾഭയം അല്ലെ, അവർക്ക് ഒരു തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അതിൻ്റെതായ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ട് അല്ലെ, ഇച്ചിരി കൂടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീണ്ടും വീണ്ടും അവരെ ഒക്കെ ആക്കി ആ ഒരു തടസ്സങ്ങളെല്ലാം നീക്കി അവരെ ഇംപ്രൂവ് ചെയ്തെടുക്കാം. പിന്നെ വീണ്ടും റീഓഡിറ്റ് ചെയ്യുക, ഓക്കെ നമ്മൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ അങ്ങനെ വരുമ്പോഴാണ് ഈ ഓഡിറ്റിന്റെ ഫലത്തിലേക്ക് എത്തുക എന്നുള്ളത്. ഓക്കെ ക്ലിയർ ആയോ സ്റ്റേജസ്? ഇതില് ചിലപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ സ്റ്റേജുകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആ ഡയഗ്രാം ഒന്ന് ഫില്ലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറയും. ഒന്നില്ലെങ്കിൽ 2 ക്രൈറ്റീരിയ ഒക്കെ തന്നിട്ട് ഒരു ക്രൈറ്റീരിയ ഒന്ന് നമുക്ക് അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ ഓർഡർ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു പോവുക. നിങ്ങളുടെ ഇതില് ഓർഡറുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞപ്പോ നോട്ട് ചെയ്തായിരുന്നോ? ഫസ്റ്റ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഓക്കെ. അപ്പോ സെലക്ടിങ് ക്രൈറ്റീരിയ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, പ്രയോറിറ്റീസിന് കൊടുക്കുക. സെക്കൻഡ് പോയിന്റ്, ദെൻ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ഡിഫൈനിങ് ക്രൈറ്റീരിയ, ദെൻ സോഴ്സ് ഓഫ് എവിഡൻസ്, അപ്രൈസിങ് ദ എവിഡൻസ്, അങ്ങനെ എല്ലാത്തിനും അല്ലെ. അപ്പൊ ആ ഒരു ജസ്റ്റ് ഒരു പോയിന്റ്സുകൾ ഓർത്ത് വെച്ചാൽ മതി. ബൈ ഹാർട്ട് പഠിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ഇതാണ് ഉദ്ദേശം. ഒരു ഓഡിറ്റ് എന്നുള്ളതിന്റെ സ്റ്റേജിലേക്ക് എത്തുന്നത് ആദ്യം തന്നെ അത് വിലയിരുത്തി അത് അവസാനം റീ ഓഡിറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ നമുക്ക് അധികം എടുക്കാനില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഒരു പേജും കൂടി ഉള്ളു. അപ്പോ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് ഓഡിറ്റ് തീർക്കാം. നമുക്ക് പുതിയ മെഡിക്കൽ റെക്കോർഡ് അങ്ങനെ തുടങ്ങിയാലോ? ഒരു വലിയ ചാപ്റ്ററിന് നിങ്ങള് മെഡിക്കൽ റെക്കോർഡും കൂടി ഇതിനോടൊപ്പം തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ?
ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നോ? ഹലോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? യെസ്, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.